നമ്മൾ മലയാളികൾ അതിൽ മുൻപന്തിയിലാണ്. ഇവിടെ ഞങ്ങളും അനുകരിക്കുന്നു. ആരും അത് പിന്നെ പറയാം. അതിനു മുൻപായി നമ്മുടെ ഇടവകത്തിലെ ആഘോഷ പരിപാടികളിൽ പങ്കുചേരുന്നതിനായി നമ്മുടെ ഇടവകയിലെ മഹത് വനിതകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താം. നിങ്ങൾ കൈയടിച്ച് അവരെ സ്വീകരിക്കണം. പാരിഷ് കൗൺസിലിന്റെ ഇലക്ഷൻ നടക്കുമ്പോൾ പ്രസിഡന്റ് ആകണമോ സെക്രട്ടറി ആകണമോ എന്ന് ആലോചിച്ച് ഇലക്ഷൻ കഴിയുന്നത് വരെ പള്ളിമുറ്റത്ത് പോലും കാലുകുത്താത്ത അതിരപ്പുഴയിൽ നിന്നും വന്ന മഞ്ജു. നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയവരുടെ കൂടെ ജോലി ചെയ്ത് സ്വന്തമായി ഒരു അവാർഡ് പോലും വാങ്ങാതെ ഹോം നേഴ്സായി ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന പാലായിൽ നിന്നും വരുന്ന മോളിയും ചേർത്തലയിൽ നിന്ന് വരുന്ന ലിൻസി. മൺകലവും വാങ്ങി നമ്മുടെ രാജ്യത്തിന് അഭിമാനം നേടിക്കൊടുത്ത വനിതകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൈകൊണ തെറ്റിപ്പോയ മുടിയൂർക്കരയിൽ നിന്നും വന്ന ഷൈമോൾ. അഹങ്കാരത്തോടെ കുമരകത്തിൽ നിന്ന് വരുന്ന മറിയമ്മ. പോലും വെല്ലുന്ന കൈപുണ്യമാണ് എന്ന് സ്വയം പ്രശംസിക്കുന്ന ഇവർ ഒരു എക്സിക്യൂട്ടീവ് ഷെഫാണെന്ന് അഹങ്കരിക്കുന്ന ആലപ്പുഴയിൽ നിന്നും വരുന്ന ലൗലി. ഐശ്വര്യറായിയെ പോലും വെല്ലുന്ന സൗന്ദര്യം തനിക്ക് മാത്രമാണ് ഉള്ളത് എന്ന അഹങ്കാരത്തോടെ മേക്കപ്പ് ചെയ്ത് പാലായിൽ നിന്നും വന്ന കൊച്ചനാണ്.
ആശ്വാസം പകരുന്നതിനായി കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ PhD എടുത്ത ആളാണിവർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ സമീപിക്കാം. ചങ്ങനാശ്ശേരിയിൽ നിന്നും വന്ന സിസിലി. പുതിയ വേഷത്തിൽ വന്നാൽ തനിക്ക് പ്രായം ചെന്ന കാര്യം നാട്ടുകാർ അറിയുമോ എന്ന മനോവിഷമവും, എന്നാൽ ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ബെസ്റ്റ് കൺവീനർ ആണെന്ന അഹങ്കാരത്തോടെ പ്രവർത്തിച്ചു വരുന്ന കുടമാളൂരിൽ നിന്നും വരുന്ന മറിയമ്മ. ഞാൻ നേരത്തെ പറഞ്ഞവല്ലോ, ഇവർക്ക് സംഗീതത്തിൽ പിച്ചും സംഗതിയും ഒന്നുമില്ലെങ്കിലും സംഗീതത്തിൽ വളരെ പ്രശസ്തരാണെന്ന അഹങ്കാരവും കൈമുതലുള്ള ഇവർ എന്ത് ചോദിച്ചാലും സംഗീതത്തിലൂടെ മാത്രമേ ഉത്തരം പറയൂ. എന്തായാലും ഒരു പ്രോഗ്രാം തുടങ്ങുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. നമ്മുടെ വിശിഷ്ട അതിഥിയായ ജഡ്ജി അമ്മയെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സാദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കാം. ഞങ്ങളുടെ പെറ്റീഷൻസ് എല്ലാം നിന്റെ മുൻപിൽ വയ്ക്കുന്നു. ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റങ്ങളും ക്ഷമിക്കണമേ. 3 വർഷം നിന്റെ കൂടെ നടന്ന് അവസാനം 3 പ്രാവശ്യം നിന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ് IPC സെക്ഷൻ 48A-48B പ്രകാരം വിശ്വാസവഞ്ചന, പരസ്യമായി തള്ളിപ്പറയൽ എന്നീ കുറ്റങ്ങൾക്ക് വിധേയനായ പത്രോസിനോട് നീ ക്ഷമിച്ചതുപോലെ അടിയങ്ങളോട് ക്ഷമിക്കണമേ. നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കുടുംബവിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം. നിങ്ങൾ എല്ലാവരും കുടുംബിനികളാണല്ലോ. നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് എന്താണ് പറയുന്നത്? നിങ്ങളുടെ മക്കളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആട്ടെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മരുമക്കളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അമ്മായിയമ്മമാരെ കുറിച്ച് എന്താണോ നിങ്ങളുടെ അഭിപ്രായം? ും
കുറിച്ച് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആട്ടെ, കേൾക്കട്ടെ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. എന്താണ് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? അനുഗ്രഹത്തിൻ അധിപതി അനന്തകൃപാ തിരുമതി, അനുഗ്രഹത്തിൻ അധിപതി അനന്തകൃപാ തിരുമതി. അതെ, നമ്മളെല്ലാവരും മാർത്തോമ നസ്രാണികളാണല്ലോ. ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും നമ്മൾ നമ്മുടെ പാരമ്പര്യം മറക്കാതെ കാത്തു സൂക്ഷിക്കും. അതെ, ആ ഓർമ്മയിലുണ്ട്.